പ്രണയിക്കാത്തവരായിട്ട് ആരും കാണില്ല. എന്തുമായിക്കോട്ടെ, ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് ആനിമയാണ് ഇന്ന് കാണാൻ പോകുന്നത്. പഠിക്കാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരു കോളേജ് സ്റ്റുഡൻറ്റും വീൽ ചെയറിൽ കഴിയുന്ന ഒരു പെൺകുട്ടിയും, ഇവർ തമ്മിലുള്ള വേറെ ലെവൽ സ്റ്റോറിയാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഇന്ന് കാണാൻ പോകുന്ന മൂവിയുടെ പേരാണ് ജോസ് ദി ടൈഗർ ആൻഡ് ദി ഫിഷ്. ഒരു സ്വിമ്മിംഗ് പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു കോളേജ് സ്റ്റുഡൻ്റായ അവൻ്റെ പേരാണ് സുനിയോ പാർട്ട് ടൈം ജോലി ചെയ്യുന്നു. ഇവരാണ് ഈ സ്റ്റോറിയിലെ ഹീറോ. സുനിയോയ്ക്ക് കടലും മീനുകളെയൊക്കെ വളരെ ഇഷ്ടമാണ്. അവൻ ജോലി ചെയ്യുന്ന സ്റ്റോറ് മായുൻ എന്ന ഒരു പെൺകുട്ടിയെ കാണാം. സുനിയോ, നീ മുൻപ് ഡൈവിംഗ് പോയപ്പോൾ എന്താ കണ്ടേ? അതോ ഞാൻ ഈ മീനിനെയാണ് കണ്ടേ എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ സുനിയോ കാണിക്കുന്നു. അവളെ മായ എന്ന് പറയാം. മായയ്ക്ക് സുനിയോനെ വളരെ ഇഷ്ടമാണ്. പക്ഷേ അവൾ ഒരിക്കലും സുനിയോനോട് പറഞ്ഞിട്ടില്ല. മനസ്സിനുള്ളിൽ തന്നെ ഒതുക്കി വെച്ചേക്കുകയാണ്. അതേ സ്റ്റോറിൽ സുനിയോൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും ഉണ്ട്. അവനും അവിടെ ജോലി ചെയ്യുന്നു. സുനിയോ കോളേജ് വിട്ടല്ലോ, നമുക്ക് പുറത്തു പോയി പൈസ ഉണ്ടാക്കിയാലോ എന്ന് പറയുമ്പോൾ, സോറിടാ, എനിക്ക് കഴിയില്ല, എനിക്ക് മറ്റൊരു പാർട്ട് ടൈം ജോലി കൂടി പോകാനുണ്ട്. നീ ജോലി എന്ന് പറഞ്ഞ് നിൻ്റെ യൂത്ത് പാഴാകുന്നു. ഇപ്പോഴാണ് ഇതൊക്കെ എൻജോയ് ചെയ്യേണ്ടത്. അതൊക്കെ സാധാരണ ആൾക്കാടാ, എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് സുനിയോ പറയുന്നു. സുനിയോ കോളേജ് പൂർത്തിയാക്കിയിട്ട് അടുത്തതായിട്ട് ഒരു ഉപരിതല പഠനത്തിനായി മെക്സിക്കോയിലേക്ക് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ സ്പാനിഷും പഠിക്കുന്നത്. ജോലി കഴിഞ്ഞ് രാത്രി ഭക്ഷണം വാങ്ങിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് പെട്ടെന്നൊരു സൗണ്ട്. ഹെൽപ്പ് മീ. അതെന്താണ്? ഒരു പെൺകുട്ടിയുടെ ശബ്ദമാണല്ലോ എന്ന് മനസ്സിലാക്കി ചുറ്റും നോക്കുന്നു. അപ്പോഴാണ് ഒരു റോഡിലൂടെ ഒരു പെൺകുട്ടി വീൽ ചെയറിൽ വളരെ വേഗത്തിൽ വരുന്നു. കൺട്രോൾ ചെയ്യാൻ കഴിയാതെ സുനിയോൻ്റെ അടുത്തേക്ക് അവൾ പറന്നു വരുന്നു. അവനാണെങ്കിൽ പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഫോഴ്സിൽ വന്നതുകൊണ്ട് തന്നെ രണ്ടുപേരും താഴെ വീണു. സുനിയോ കൊണ്ടുവന്ന ആ ഭക്ഷണം എല്ലാം പാഴായിപ്പോയി. നിനക്കൊന്നും പറ്റിയില്ലല്ലോ. എന്നാൽ അവളൊന്നും മിണ്ടുന്നില്ല. പെട്ടെന്ന് ഒരു മുത്തശ്ശി വന്നിട്ട് അവൾ ഇവിടെ വന്ന് വീണു എന്ന്, നിനക്ക് പരിക്കൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. ഇല്ല മുത്തശ്ശി, എനിക്ക് പരിക്കൊന്നും പറ്റിയില്ല. നന്നായി, ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞതും വീൽ ചെയർ താഴേക്ക് പോയി. എനിക്കത് പിടിക്കാനും കഴിഞ്ഞില്ല. മുന്നോട്ട് പോകുന്ന സമയത്താണ് ആ പെൺകുട്ടി, അവളുടെ പേരാണ് ജോസി, അവൾ സുനിയോൻ്റെ കയ്യിൽ പിടിച്ച് ഒറ്റക്കാടി. ആ, എൻ്റെ കൈ എന്തിനാടി കടിച്ചേ? ഞാൻ നിന്നെ ഹെൽപ്പല്ലേ ചെയ്തേ, നീ ഒന്നും ചെയ്യണ്ട എന്ന് നിന്റെ കാര്യം നോക്കി പോയി അവൾ പറഞ്ഞ് വിരട്ടുന്നു. പിന്നെ മുത്തശ്ശിയാണ് അവളെ തള്ളിക്കൊണ്ട് പോകുന്നേ. അവൾക്ക് നടക്കാൻ കഴിയില്ലല്ലോ. സുനിയോ വരുന്നത് കൊണ്ട് മുത്തശ്ശി, ആ കള്ളൻ നമ്മളെ പിന്തുടരുന്നു. അയ്യ, ഞാൻ നിന്റെ കൂടെ വരുന്നൊന്നുമല്ല, ഈ ഭാഗത്താണ് എൻ്റെ വീട് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയോട് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നു. ഞാൻ അവളെ തള്ളാം എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. ജോസി എന്നാണ് ഇവളുടെ പേര്. അവൾ ജനിച്ചത് മുതൽ ഇങ്ങനെ വീൽ ചെയറിലാണ്. കുട്ടിക്കാലം മുതൽ നടക്കാൻ പറ്റുന്നില്ല. ആണോ? എന്തുകൊണ്ടാണ് നിങ്ങൾ രാത്രിയിൽ മാത്രം ഇറങ്ങുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഇപ്പോൾ മാത്രമാണ് റോഡ് ഫ്രീ ആകുക, ആരും ഞങ്ങളെ കാണില്ല. ശരി മോനെ, ഞങ്ങളുടെ വീട് ഇതാണ് എന്ന് പറഞ്ഞ് ആ മുത്തശ്ശിയും ജോസിയും കൂടി അകത്തേക്ക് പോകുന്നു. അവരകത്തേക്ക് പോകുമ്പോൾ, ശരി മുത്തശ്ശി, എങ്കിൽ ഞാനും പോകുന്നു എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് സുനിയോനോട്, ഒരു മിനിറ്റ്, നീ ഭക്ഷണം കഴിച്ചില്ലെന്ന് തോന്നുന്നു, വന്ന് കഴിക്ക്. സുനിയോൻ്റെ കയ്യിലുണ്ടായിരുന്ന കവറ് അതിൽ നോക്കിയിട്ട് അതിലെ ഭക്ഷണം വേസ്റ്റ് ആയത് കണ്ട്, ഇല്ലെങ്കിൽ വരാം എന്ന് പറഞ്ഞ് അവനും പോകുന്നു. ഡൈനിങ് ടേബിളിൽ ഇരുന്ന് അവൻ ജോസിയെ നോക്കുമ്പോൾ അവൾ എന്തോ വായിക്കുന്നു. മറുവശത്ത് ഒരു കറുത്ത പൂച്ച സുനിയോനെ ഒത്തുനോക്കുന്നു. നിന്നെ എത്ര തവണ ഓടിച്ചാലും അകത്തേക്ക് തന്നെ വരുവാണല്ലോ എന്ന് മുത്തശ്ശി പറഞ്ഞിട്ട് ആ പൂച്ചനെ വെളിയിലോട്ട് കൊണ്ടുപോകുന്നു. ജോസിയും ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടിയാൽ അകത്തേക്ക് വലിഞ്ഞു കയറി വരും. എന്തിനാ പൂച്ചയെ വഴക്ക് പറയുന്നത്? ഞാൻ പൂച്ചയല്ല, നിന്നെയാണ് പറഞ്ഞത്. എന്നെയും? അവൾ ഓവറായി സംസാരിക്കുന്നു എന്ന് വിചാരിച്ച് ഭക്ഷണത്തിന് നന്ദി പറഞ്ഞ് അവൻ കഴിക്കുന്നു. മുത്തശ്ശി അപ്പോഴാണ്, നീ ആരാണ് എന്ന് ചോദിക്കുന്നത്. എൻ്റെ പേര് സുനിയോ, ഞാൻ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റാണ്. കോളേജിലെ ഫീസ് വളരെ കൂടുതലുമാണ്. ഞാൻ അതുകൊണ്ട് പാർട്ട് ടൈം ജോലി ചെയ്യുന്നു. എനിക്ക് നല്ല ദാഹമുണ്ട്. നിനക്ക് വെള്ളം വേണോ ചായ വേണോ? എന്നാൽ ഒരു ചായ മതി. അത് കേട്ട് മുത്തശ്ശി അടുക്കളയിലേക്ക് പോകുമ്പോൾ, ഞാനും വരാം എന്ന് പറഞ്ഞ് അവൻ പോയി അത് ഉണ്ടാക്കുന്നു. എന്നിട്ട് അത് ജോസിക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ മുത്തശ്ശിക്ക് ഒരു ഐഡിയ. നിനക്ക് ജോലി വേണമല്ലേ? ഞാൻ തരാം, ഒരുപാട് പണം കിട്ടും. ജോസിയെ നീ ശ്രദ്ധിക്കണം. സുനിയോയ്ക്കും പൈസ വേണം. അതിനാൽ അവനത് സമ്മതിക്കുന്നു. അടുത്ത ദിവസം തന്നെ അവൻ ഡൈവിംഗ് സ്റ്റോറിലെ ഫ്രണ്ട്സിനോട് ഇത് പറയുന്നു. കാരണം ഇതിനു ശേഷം സുനിയോയ്ക്ക് ഡൈവിംഗ് സ്റ്റോറിൽ ജോലി ചെയ്യാൻ കഴിയില്ല. ജോസിയെ അവനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് കേട്ട മായ എന്ന പെൺകുട്ടി, അവൾക്ക് സുനിയോടൊപ്പമാകാൻ ആഗ്രഹമുണ്ട്. പക്ഷേ സുനിയോ മറ്റൊരു ജോലിക്ക് പോകുന്നു. അതിനാൽ അവൾ വളരെയധികം
സങ്കടപ്പെടുന്നു. സുനിയയ്ക്ക് അങ്ങോട്ട് പോകാൻ വലിയ സന്തോഷമുണ്ട്, എന്നാൽ ഒരു പേടിയും. അവളുടെ കയ്യിലെ ആ 32 പല്ലും തെളിഞ്ഞു കാണും. അടുത്ത ദിവസം സുനിയോ ജോസീനെ നോക്കാൻ വേണ്ടി വീട്ടിലെത്തി. അപ്പോഴേക്കും മുത്തശ്ശി, ജോസി നിന്നോട് പറയുന്നത് എന്തും നീ അത് ചെയ്യണം. പ്രധാനമായിട്ട് നീ അവളെ പുറത്തേക്ക് കൊണ്ടുപോകരുത്. അന്ന് തന്നെ കണ്ടില്ലേ, നീ ഇല്ലായിരുന്നെങ്കിൽ എന്ത് വായനെ, അതുകൊണ്ട് വെളിയിലേക്ക് കൊണ്ടുപോകരുത്. അതിനുശേഷം മുത്തശ്ശിയും വെളിയിലേക്ക് പോകുന്നു. അവർ രണ്ടുപേരും അവിടെ തനിച്ചാണ്. അവൾ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അവൻ പറയണ്, ഹായ് ജോസി, ഞാൻ സുനിയോ, നിനക്ക് എന്താണ് വേണ്ടതെന്ന് എന്നോട് പറ. എന്നാൽ അവള് വീല് കറക്കി അകത്തേക്ക് പോയി വാതിലടച്ചു. നീ ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും? നിന്നെ നോക്കാനാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. നിനക്ക് എന്താ വേണ്ടതെന്ന് എന്നോട് പറ. അങ്ങനെയാണോ? എന്നാ മുട്ടുകുത്ത്. എന്തോന്ന്? മുട്ടുകുത്തി നിൽക്കാൻ. അവൻ എന്തെന്ന് അറിയാതെ തന്നെ അതുപോലെ ചെയ്യുന്നു. ജോസി, ഞാൻ ചെയ്തു, ഇനി ഞാനിപ്പോൾ എന്ത് ചെയ്യണം? ഒന്നും വേണ്ട, അങ്ങനെ തന്നെ നിന്നാൽ മതി. ഒരു മനുഷ്യൻ അങ്ങനെ എത്ര നേരം നിൽക്കുമെന്ന് നോക്കട്ടെ. എന്തോന്ന്? ജോസി, എൻ്റെ കാല് വേദനിക്കുന്നു. അവളോട് മറ്റേതെങ്കിലും ജോലി ചോദിച്ചപ്പോൾ അവിടെ ഒരു പായയില്ലേ? ഉണ്ട്. അതിലെ നൂലുകൾ എത്ര ഉണ്ടെന്ന് എണ്ണി പറ. അത് കോടികളാണെന്ന് വിചാരിച്ചിട്ട് പൈസയ്ക്ക് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവൻ അത് എണ്ണാൻ തുടങ്ങുന്നു. 1, 2, 3, 2010, 11, 12 അങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശി മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വരുന്നത്. ഞാൻ മാർക്കറ്റിലാണ് പോയത്, 8000 രൂപയായി. അവനാണെങ്കിൽ 5000, 5001, 8002, 8003. അവനങ്ങനെ എണ്ണാൻ തുടങ്ങി. ആദ്യം മുതൽ എണ്ണിക്കോ ഇന്ന് ജോസി. കളവി, 8000-ന് വാങ്ങിച്ചാൽ എന്താ, 10,000-ന് വാങ്ങിച്ചാൽ എന്താ? എന്നോട് എന്തിനാ പറയുന്നേ? അതിനുശേഷം ജോസി അവനിട്ട് കഷ്ടപ്പെടുത്തുന്നതിന് 4 ഇലകളുള്ള ലക്കി ലീഫ് കൊണ്ടുവരാൻ അവനടുത്ത് പറയുന്നു. എങ്ങനെയൊക്കെ കുറച്ച് ഒപ്പിച്ചുകൊണ്ട് വരുമ്പോൾ ഇത് വർക്കിംഗ് ആവുന്നില്ല. എനിക്ക് കുറച്ചുകൂടി വേണം, അപ്പോൾ മാത്രമേ എൻ്റെ ആഗ്രഹം നടക്കൂ. ആഗ്രഹമോ? എന്ത്? അത് നിന്നോട് പറയേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞത് മാത്രം ചെയ്താൽ മതി എന്ന് ജോസി പറയുന്നു. പക്ഷേ എന്തു ചെയ്യും? അവൻ പണത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്തേ മതിയാകും. ഇത് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോടും മായയോടും പറയുമ്പോൾ അവളാണെങ്കിൽ, സുനിയോ, നീ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നേ? ഈ ജോലി വിട്. അവനും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ പ്രൊഫസറിൻ്റെ അടുത്ത് പോകുമ്പോൾ സുനിയോ മെക്സിക്കോ യൂണിവേഴ്സിറ്റിയിലോട്ട് അയച്ച ആ എസ്സേ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഉടൻ തന്നെ നീ മെക്സിക്കോയിലേക്ക് പോകുന്നു, അവിടെ നിന്ന് പഠിക്കാൻ നീ റെഡി ആയിക്കോ എന്ന് പറയുമ്പോൾ അത് കേട്ട് സുനിയയ്ക്ക് വളരെയധികം സന്തോഷം. വീട്ടിൽ ചെന്ന് അവിടെ ബെഡിൽ കിടന്നിട്ട് അവിടെയുള്ള വാളിലേക്ക് നോക്കുന്നു. അവിടെ ഒരു പോസ്റ്റർ കാണാം. അതിൽ ക്ലാരി ഓഫ് ഏഞ്ചൽ എന്നൊരു മീനിൻ്റെ പടവും. അതിലും നോക്കി അവനവിടെ കിടക്കുന്നു. ആ സമയം ജോസി അവളുടെ മുറിയിൽ ഉറങ്ങുന്ന ടൈം പെട്ടെന്ന് അവളുടെ വീട്ടിൽ വെള്ളം നിറഞ്ഞു വരുന്നു. ജോസി പുറത്തിറങ്ങി നോക്കുമ്പോൾ അവളുടെ വീട് മാത്രമല്ല, ആ സെറ്റ് മുഴുവൻ തന്നെ വെള്ളത്താൽ നിറഞ്ഞു. അതിൽ ബ്യൂട്ടിഫുള്ളായ മീനുകളും ഉണ്ടായിരുന്നു. ജോസി ആ മീനുകളോടൊപ്പം ലോകമെങ്ങും എല്ലായിടവും കാണാൻ വേണ്ടി പോകുന്നു. പെട്ടെന്ന് അവൾ ഉണർന്നു. അത് അവൾ കണ്ട ഒരു സ്വപ്നമാണ്. മുത്തശ്ശിയോട്, ഞാൻ കുറേ നേരമായിട്ട് മുറിയിലാണ്, നമുക്ക് പുറത്തു പോകാമോ? ജോസി, നിനക്ക് എന്ത് ധൈര്യമുണ്ട് എന്നോട് ചോദിക്കാൻ? പുറത്ത് ആരും നല്ലവരല്ല, എല്ലാവരും മോശമായ ആൾക്കാരാണ്. നീ ഇവിടെ തന്നെ ആയിരിക്കണം, നീ പുറത്തു പോകാനേ പാടില്ല എന്ന് പറഞ്ഞ് കുറേ വഴക്ക് പറയുന്നു. ജോസിക്കാണെങ്കിൽ അത് കേട്ട് ദേഷ്യവും. അവൾ പുറത്തുള്ള പൂച്ചയെ നോക്കിയിട്ട്, എനിക്ക് നിന്നെപ്പോലെ ഫ്രീ ആയിട്ട് കറങ്ങണമെന്നുണ്ട്, പക്ഷേ എനിക്കതിന് കഴിയില്ല. അവൾക്കാണെങ്കിൽ വലിയ സങ്കടമുണ്ട്. സുനിയോ ജോസിയുടെ വീട്ടിൽ എത്തി. മുത്തശ്ശി അവിടെ ഇല്ല. അവൻ അവളുടെ മുറിയിലേക്ക് പോയിട്ട്, ജോസി, നീ മുറിയിലുണ്ടെന്ന് എനിക്കറിയാം, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളോടൊപ്പം ജോലി ചെയ്യാൻ പോകുന്നില്ല, നീ ഹാപ്പി ആയില്ലേ എന്ന് പറഞ്ഞ് ഒരു മറുപടി ഇല്ലാത്തതുകൊണ്ട് ഡൗട്ടടിച്ച് തുറന്നു നോക്കിയപ്പോൾ അവിടെ ജോസി ഇല്ല. എന്നാൽ അവൾ വരച്ച ഒരുപാട് പടങ്ങളും അതുപോലെ ഡ്രോയിങ്സും ഉണ്ട്. ബ്യൂട്ടിഫുള്ളായ കടല്, മീനുകൾ, സിറ്റി, അങ്ങനെ വളരെ മനോഹരമായിട്ട് വരച്ചിരിക്കുന്നു. ജന്മന വരയ്ക്കാനുള്ള കഴിവ് അവൾക്കുണ്ട് എന്ന് സുനിയയ്ക്കും മനസ്സിലായി. ജോസി അവിടെ ഇല്ലാത്തതുകൊണ്ട് വെളിയിലോട്ട് പോയി നോക്കുമ്പോൾ മുത്തശ്ശി ടെൻഷനായി നിൽക്കുന്നതാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, അവൾ എവിടെ പോയെന്ന് എനിക്കറിയില്ല, ദയവ് ചെയ്ത് അവളെ കണ്ടെത്ത്. അവനാണെങ്കിൽ ജോസിയെ തിരഞ്ഞ് ചുറ്റും നടക്കുന്നു. നോക്കുമ്പോൾ അവൾ ഒരു റെയിൽവേ ട്രാക്കിലേക്ക് പോയി അത് കടക്കാനാണ് നോക്കുന്നത്. എന്നാൽ അപ്പോഴേക്കും ഒരു ട്രെയിൻ അവിടെ വരുന്ന സൗണ്ട് കേട്ട് സുനിയ അവളോട്, നീ എന്താ ചെയ്യുന്നേ എന്ന് പറഞ്ഞ് അവളെ സേഫായിട്ട് പുറത്തേക്ക് എത്തിക്കുന്നു. അവൾ പുറത്തോട്ട് സേഫായി എത്തിയപ്പോൾ തന്നെ ആ ട്രെയിൻ കടന്നു പോകുന്നു. നോക്ക്, ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോൾ സ്വർഗത്തിൽ പോയനെ. സേഫായിട്ട് വീട്ടിലേക്ക് വാ, എന്നാൽ ജോസി എന്നെ ബീച്ചിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ നീ എന്നെ മോശമായി പെരുമാറാൻ ശ്രമിച്ചെന്നു ഞാൻ മുത്തശ്ശിയോട് പറയും, നിന്റെ ജോലി നഷ്ടപ്പെടും എന്ന് ജോസി വിരട്ടുമ്പോൾ, ഹലോ, ഞാൻ ഇനി മുതൽ ജോലിക്ക് വരുന്നില്ല എന്ന് പറയാനാണ് വന്നത്, നീ എന്ത് വേണോ ചെയ്യ് എന്ന് പറഞ്ഞ് സുനിയോ അവിടെ നിന്നും പോകുന്നു. അവൾക്കാണെങ്കിൽ വളരെ സങ്കടത്തിൽ അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ അവളുടെ വീൽ ചെയർ തള്ളുന്നു. അത് ആരാണെന്ന് നോക്കുമ്പോൾ സുനിയോ. അവളെ കുട്ടി ബീച്ചിലേക്ക് പോകാൻ
റെയിൽവേ സ്റ്റേഷനിൽ കയറി പോകുന്നു. അവിടെ ഒരുപാട് ആളുകളുണ്ട്. ജോസിക്കാണെങ്കിൽ അവരെ കണ്ട് പേടിച്ചിട്ട് ഇവരെല്ലാവരും ടൈഗേഴ്സാണ് എന്ന് പറഞ്ഞ് എനിക്ക് ബീച്ചും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ സുനിയാണെങ്കിൽ എന്തു പറ്റി എന്ന് പറഞ്ഞ് പുറകെ വരുന്നു. ജോസി ഒരാൾ വന്ന് ഇടിച്ചിട്ട് പോകുമ്പോൾ അത് കണ്ട് ദേഷ്യം വന്ന സുനിയ, ഡേയ് നിങ്ങക്ക് കണ്ണ് കണ്ടൂടെ? ഹലോ, അവളാണ് മാറേണ്ടത്, അവൾക്ക് നടക്കാൻ കഴിയില്ലല്ലോ. എനിക്ക് നടക്കാൻ ഒരു കുഴപ്പമില്ല എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞിട്ട് പോകുമ്പോൾ സുനിക്ക് അത് കേട്ട് ദേഷ്യം. എന്നാൽ അയാൾ മറ്റൊരു സ്ത്രീയെ പോയി ഇടിക്കുന്നു. അവരിൽ നിന്ന് നല്ല വണ്ണം കേട്ട്. അത് കണ്ട് ജോസി വളരെയധികം ഹാപ്പി. സുനി അപ്പോൾ, ജോസി ഈ ലോകത്തെ പേടിക്കണ്ട, ബീച്ചിൽ പോകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾക്ക് സമ്മതം. പിന്നെ അവർ ട്രെയിനിൽ കയറി പോകുന്നു. ജോസി ആദ്യമായിട്ടാണ് ട്രെയിനിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവൾ വായും തുറന്നാണ് വെളിയിലേക്ക് നോക്കുന്നത്. അത് കണ്ട സുനിയും നോക്കുമ്പോൾ ഇത് മനസ്സിലാക്കിയ ജോസി, എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ എപ്പോഴും ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഒരുപാട് നേർക്ക് ശേഷമാണ് ഞാൻ ഈ ട്രെയിനിൽ വരുന്നത്, അതുകൊണ്ടാണ്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ നിന്റെ മുറിയിലെ പെയിന്റുകൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു. നിനക്ക് കടല് മീനുകളെല്ലാം ഇഷ്ടമാണല്ലേ? അത് കേട്ട ജോസി, നിനക്കെന്ത് ധൈര്യമുണ്ട് എൻ്റെ മുറിയിൽ കയറാൻ? ഞാൻ വെളിയിൽ നിന്ന് പലതവണ വിളിച്ചിട്ട് നീ വിളി കേട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് വന്നത്. ശരി, ഞാൻ ക്ഷമിച്ചു. ഇനി മുതൽ നീ എൻ്റെ വേലക്കാരനാണ്, മനസ്സിലായോ? എന്ത് വേലക്കാരനാ? അപ്പോൾ ഒരു കുട്ടി, അമ്മ നോക്ക് എയറോപ്ലെയിൻ പോകുന്നു. പെട്ടെന്ന് ജോസി, എയറോപ്ലെയിനെ എവിടെ എന്ന് പറഞ്ഞു വെപ്രാളം. ജോസി ഇതുവരെ വിമാനം കണ്ടിട്ടില്ലെന്ന് സുനിയയ്ക്ക് മനസ്സിലായി. കുറച്ചു നേരം യാത്ര ചെയ്ത ശേഷം അവർ ബീച്ചിൽ എത്തി. ബീച്ചിലെ ആ മണലിൽ കൂടി അവൾ വീൽ ചെയർ തള്ളിക്കൊണ്ട് പോയപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് അത് കുടുങ്ങി. പെട്ടെന്ന് പോകാൻ വേണ്ടി അവൾ വലിച്ചതും അവൾ തറയിൽ ചെന്ന് വീഴുന്നു. അപ്പോൾ തന്നെ സുനിയ വന്ന് പിടിച്ചിട്ട്, ജോസി നീ എന്തിനാ അത്ര വെപ്രാളപ്പെടുന്നത്? കാരണം എനിക്ക് ഉത്തരം വേണം. എന്തിൻ്റെ? ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ കടൽ കാണിക്കാൻ കൊണ്ടുവരുമായിരുന്നു. ഒരു പ്രാവശ്യം എന്നോട് കടലിൽ ഏത് ടേസ്റ്റാണ് എന്ന് അറിയാമോ? എനിക്കത് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടില്ല. എൻ്റെ അച്ഛനും മരിച്ചുപോയി. ഞാനിപ്പോൾ കടൽ കാണാൻ വന്ന്. എനിക്കിപ്പോൾ അറിയണം കടലിൽ എന്ത് ടേസ്റ്റിലാണ് ഉള്ളതെന്ന്. ഞാൻ പഠിച്ചിട്ടുണ്ട് അത് ഉപ്പ് ആയിരിക്കുമെന്ന്. എന്നാൽ അതെനിക്ക് അറിഞ്ഞ് ഫീൽ ചെയ്യണം എന്ന് പറഞ്ഞ് തറയിൽ ഇഴഞ്ഞ് പോകുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ നാളെ ആയാലും എത്തൂല എന്ന് വിചാരിച്ച് അവളെ പൊക്കിയെടുത്തുകൊണ്ട് പോകുമ്പോൾ, നീ എന്താടാ കാണിക്കുന്നത്? എന്നെ ഇറക്കി വിട് ജോസി, നമുക്ക് ബീച്ചിലേക്ക് പോകാം, നീ അത് ആസ്വദിക്കുക. അവളെ കൊണ്ട് നടക്കുമ്പോൾ ജോസിയുടെ മുഖത്ത് ആ കടൽ വെള്ളം വീഴുന്നു. ഡേയ് വേലക്കാരാ, ഇത് ശരിക്കും ഉപ്പുരസം തന്നെയാ. കടൽ വെള്ളം ശരിക്കും ഉപ്പുരസമാണെന്ന് അറിഞ്ഞതിൽ അവൾക്ക് വളരെ സന്തോഷമുണ്ട്. സുനിയും ജോസിയും കൂടി കടലിൽ കുറേ നേരം സന്തോഷത്തോടെ കളിക്കുന്നു. പിന്നെ ജോസിയെ വീട്ടിലേക്കും കൊണ്ടുവരുന്നു. മുത്തശ്ശിക്ക് അപ്പോഴാണ് സമാധാനമായത്. സുനിയോനെ എടുത്തു ഉരുട്ടുന്നു. നേരെ ഇങ്ങ് കൊണ്ടുവരാതെ ബീച്ചിൽ കൊണ്ടുപോയതിന്. ഡേയ് വേലക്കാരാ, ഞാൻ ബീച്ചിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു, നീ അതേ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി. എന്തുകൊണ്ട്? കാരണം എനിക്ക് കടലും മീനുകളും എല്ലാം വളരെ ഇഷ്ടമാണ്. ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാനത് ചെയ്യും. ജോസി, ദയവായി നീ എന്നെ വേലക്കാരനിൽ നിന്ന് മാത്രം വിളിക്കാതെ. ഇനി എവിടേക്ക് പോകണം? ബീച്ചിലേക്ക് പോകാൻ നിന്റെ മുത്തശ്ശി സമ്മതിക്കില്ല. ഇല്ല വേലക്കാരാ, മുത്തശ്ശി സമാധാനമായിട്ട് ഉറങ്ങും. ആ ഗ്യാപ്പിൽ പോകാം. അതേപോലെ തന്നെ മുത്തശ്ശി അവിടെ കിടന്ന് ഉറങ്ങുന്നു. ഇരുവരും വീട്ടിൽ നിന്നും നൈസായിട്ട് ഇറങ്ങി. പിന്നെ സുനിയും ജോസിയും കൂടി പലയിടത്തും പോയി കറങ്ങുന്നു. ജോസിക്കാണെങ്കിൽ അത് വളരെയധികം ഹാപ്പിയാണ്. കാരണം അവള് ഇതുപോലെ പുറത്തൊന്നും പോയിട്ടില്ലല്ലോ. അവൾ ആദ്യമായിട്ടാണ് ഐസ്ക്രീം വരെ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ കൊലവെറിയോടെയാണ് കഴിക്കുന്നത്. ജോസി, നീ ആദ്യമായിട്ടാണോ ഐസ്ക്രീം കഴിക്കുന്നത്? ഹേയ് വേലക്കാരാ, ഞാൻ ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ഞാൻ ഈ ഐസ്ക്രീം മാത്രമാണ് എൻ്റെ ബോയ് ഫ്രണ്ട്സിനോടൊപ്പം കഴിക്കുക. എന്ത് ബോയ് ഫ്രണ്ട്സോ? അതെ, എനിക്ക് 5 ബോയ് ഫ്രണ്ട്സ് ഉണ്ട്. എന്തൊക്കെ തള്ളാണ് അവ പറയുന്നത് എന്ന് ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് ഒരു ചെറുക്കൻ അവൻ്റെ സ്കൂട്ടറുമായിട്ട് കടയിലേക്ക് വരുന്നത്. അത് ജോസി നോക്കുന്നു. നീ വിഷമിക്കേണ്ട ജോസി, ഞാൻ നിനക്ക് ഒരെണ്ണം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു ഒരു ട്രോളി ബാഗിനെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി അതിൽ ജോസിയെ കയറ്റി തള്ളുന്നു. അത് നല്ല രീതിയിൽ പോയെങ്കിലും അതിനുശേഷം വഴിയില്ല, നേരെ താഴെ വീണു. അയ്യോ ജോസി, സോറി എന്ന് പറയുമ്പോൾ അവൾ നിലവിളിക്കുകയും ഒരു ചെരുപ്പെടുത്ത് മുഖത്തേക്ക് ഒറ്റ എറിയും. അമ്മേ! പിന്നീട് ഇരുവരും സന്തോഷത്തോടെ എല്ലാ ദിവസവും പുറത്തേക്കൊക്കെ പോയി. അവർ ഒരു പെയിന്റ് കടയിൽ കയറിയപ്പോൾ നീല നിറം ഇത്രയധികം പല നിറത്തിലുണ്ട് എന്ന് കണ്ട് അവൾ ആശ്ചര്യപ്പെടുന്നു. പിന്നെ അവർ പോയത് ഒരു പാർക്കിലെ ജയന്റ് വീലിൽ ചുറ്റിക്കറങ്ങാനാണ്. സുനിയാണെങ്കിൽ പൊങ്ങി വന്നപ്പോൾ തന്നെ അവന് ഛർദ്ദിക്കാൻ വരുന്നു. പക്ഷേ ജോസി വളരെയധികം ഹാപ്പിയാണ്. പിന്നെ അവർ ഒരുമിച്ച് പാചകം ചെയ്യുന്നു, സിനിമയ്ക്ക് പോകുന്നു. ജോസി ആണെങ്കിൽ കുട്ടികളെ പോലെ കളിക്കുന്നത് കണ്ട് ബബിൾസ് മുഴുവനും സുനിയോൻ്റെ മേലാണ് വീഴുന്നത്. ജോസി, അത് എൻ്റെ പുറത്താ വീഴുന്നത്. വേലക്കാരാ, അങ്ങനെയല്ലേ വരൂ. അങ്ങനെയോ? എന്നാ കണ്ടോ എന്ന് പറഞ്ഞ് ആ വീൽ ചെയർ തിരിച്ചിട്ട് വേഗത്തിൽ തള്ളുന്നു. അവളാണെങ്കിൽ പേടിച്ച് നിലവിളി. അവരെങ്ങനെ നല്ല സുഹൃത്തുക്കളായിട്ട് മാറി.
ജോസിയുടെ മുത്തശ്ശിയോട് വന്നിട്ട് ഒരാള് ഞാൻ ജോസിക്ക് ഒരു ജോലി ശരിയാക്കാം, അതിനുശേഷം അവൾ തന്നെ നോക്കട്ടെ, അവളെ പുറത്തേക്കൊക്കെ വിട്, എപ്പോഴും വീട്ടിനുള്ളിൽ എന്തിനാണ് അടച്ചു വെക്കുന്നത്? ആര് പറഞ്ഞു ജോസിനെ പുറത്ത് ഇറക്കാറില്ലെന്ന്? നിനക്കറിയോ? അവൾ സന്തോഷത്തോടെ ഇപ്പോൾ പുറത്ത് കറങ്ങുകയാണ്. എനിക്കറിയില്ലെന്നാണ് അവൾ വിചാരിക്കുന്നത്, പക്ഷേ എനിക്കറിയാം അവൾക്ക് സന്തോഷമായ മതിയെന്ന് മുത്തശ്ശി പറയുന്നു. സുനിയും ജോസിയും പിന്നെ വന്നത് ലൈബ്രറിയിലേക്കാണ്. അവിടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ജോസി ഫ്രണ്ടാകുന്നു. അവൾ സുനിയോനെ കണ്ട് ഹേയ് ജോസി, ഇത് നിന്റെ ബോയ് ഫ്രണ്ടാണോ? അവൻ എൻ്റെ ബോയ് ഫ്രണ്ടൊന്നുമല്ല, എൻ്റെ വേലക്കാരനാണ്. അതെ അതെ, അവൾക്ക് ഇതിനകം 5 ബോയ് ഫ്രണ്ട്സ് ഉണ്ട്. എനിക്കങ്ങനെ അവളെ പോലെ ആകാൻ കഴിയും. സുനിയോ നിർത്ത്, എന്നെ നാറ്റിച്ചത് മതി, വാ പോവാം എന്ന് പറഞ്ഞ് ആ പുസ്തകങ്ങൾ വായിച്ചിട്ട് അവർ പുറത്തേക്ക് പോന്നു. ആ ലൈബ്രറിയിലെ പെൺകുട്ടി ജോസിക്ക് ടാറ്റ. അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ച് അവളോട് പറയുമ്പോൾ അത് കേട്ട് എന്നാവാ നമുക്ക് അങ്ങോട്ട് പോകാം, ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. അത് കേട്ട് ഓക്കെ എന്ന് പറഞ്ഞ് ജോസിനെ അവിടേക്ക് കൊണ്ടുപോന്നു. അവിടെ എത്തിയപ്പോൾ സുനിയോൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ജോസിനെ ഒന്ന് സെറ്റാക്കാൻ നോക്കുന്നു. എന്നാൽ അവൾ അത് നൈസായിട്ട് അവനെ ഒന്ന് ആക്കി. അവരെ പരിചയപ്പെടുത്താൻ വരുമ്പോഴാണ് കടയിലേക്ക് 3 പെൺകുട്ടികൾ വരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ജോസിക്ക് ചെറിയ അസ്വസ്ഥത തോന്നി. ഒപ്പം മായ എന്ന പെൺകുട്ടിയും കൂടി വന്നു. അവൾ വളരെ സുന്ദരിയാണ്. അതുകൊണ്ട് തന്നെ ജോസിക്ക് ഈ കുറിച്ച് അവൾ സുനിയോനെ വിളിച്ചിട്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് പോയി. അവൻ വന്നിട്ട് ഇപ്പോൾ എന്ത് പറ്റി, നിനക്ക് ഇവിടെ വരണമെന്നല്ലേ പറഞ്ഞേ? എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടില്ല, ഇവിടെ നിന്നെ വെറുക്കാൻ ആരുമില്ലല്ലോ, നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് അവൾ ദേഷ്യത്തോടെ പറയുമ്പോൾ അതെ എനിക്ക് മനസ്സിലാകില്ല എന്ന് പറഞ്ഞ് അവളെയും വഴക്ക് പറഞ്ഞ് അവർ 2 പേരും ദേഷ്യപ്പെടുന്നു. അങ്ങനെ ദേഷ്യപ്പെട്ട് ജോസി പോയി. ജോസിക്ക് എന്താണ് പ്രശ്നമെന്നാൽ അവൾക്ക് മറ്റു പെൺകുട്ടികളെ പോലെ നടക്കാൻ കഴിയില്ല, അതാണ് പ്രശ്നം. അതിൻ്റെ അപ്പുറം മറ്റു പെൺകുട്ടികളോട് സുനിയെ സംസാരിക്കുന്നതും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവൾ പൊസസീവാണ്. അതെങ്ങനെ കാണിക്കണമെന്നറിയാതെയാണ് അവൾക്ക് ദേഷ്യം വന്ന് പോയത്. എന്നിട്ട് അവൾ വീട്ടിൽ പോയിട്ട് അവളുടെ മുത്തശ്ശിയോട് സുനിയോ ഇനി മുതൽ നമ്മുടെ വീട്ടിലേക്ക് വരരുത്. മുത്തശ്ശി അത് സമ്മതിച്ചിട്ട് സുനിയനെ വിളിച്ചത് പറയുന്നു. അവൾക്ക് ഒരുപാട് സങ്കടമുണ്ട്. അവൻ പോകണ്ട എന്നതുകൊണ്ട് തന്നെ അവനും അവൻ്റെ ജോലി ചെയ്യുന്നു. അവൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നത് നോക്കിയപ്പോൾ അടുത്ത മാസം സുനിയോ മെക്സിക്കോയിലേക്ക് പോവുകയാണ്. രാജിവെറ്റ് കഴിഞ്ഞാൽ അവിടേക്ക് പോകാം. അത് കണ്ട് സുനിയോ വളരെയധികം ഹാപ്പിയായി. പിറ്റേ ദിവസം സുനിയോ ഇല്ലാതെയാണ് ജോസി ലൈബ്രറിയിലേക്ക് വന്നത്. അവൾക്ക് അവിടെ ഒരു പുതിയ ഫ്രണ്ടിനെ ലഭിച്ചല്ലോ. അവരങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഒരു കൊച്ചു പെൺകുട്ടി ലൈബ്രറി വന്നിട്ട് ആ ഫ്രണ്ടിനോട് ഈ ബുക്ക് വായിച്ചു തരാൻ പറയുന്നു. എനിക്കിപ്പോൾ സമയമില്ല, വർക്കുണ്ട് എന്ന് പറയുമ്പോൾ ആ കൊച്ചുകുട്ടി ജോസിയോട് ചോദിക്കുന്നു. വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ അവൾ സമ്മതിച്ച്. ഒരാളാണെന്ന് വിചാരിച്ചാൽ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. ജോസി അവർക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ജോസിക്കാണെങ്കിൽ അവളുടെ കഥ പറയുന്നത് വളരെ കോമഡിയാണ്. എടുത്തോ മൊത്തം രീതിയിലാണ് പറയുന്നത്. അത് കേട്ട് അവിടെ ഉള്ളവർക്ക് തന്നെ ബോറടിച്ചു തുടങ്ങി. അവർ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഓരോരുത്തരായിട്ട് പോയി. എന്നാൽ അവിടെ ആ കൊച്ചു പെൺകുട്ടി മാത്രം ഉണ്ടായിരുന്നു. അല്ല ചേച്ചി, ആ കഥയിലെ മാളിക എങ്ങനെ ഇരിക്കും? അപ്പോൾ ജോസി അത് പടം വരച്ച് കാണിക്കുന്നു. അവൾക്ക് നന്നായിട്ട് പടം വരയ്ക്കാൻ അറിയാലോ. അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് വരയ്ക്കുന്നു. അതവളുടെ പുതിയ ഫ്രണ്ട് കണ്ടിട്ട് ജോസി നീ അടിപൊളിയായിട്ട് പടം വരച്ചല്ലോ, നിൻ്റെ ഉള്ളിൽ നല്ല കഴിവുണ്ട്. അതിനുശേഷം വീട്ടിൽ ഇരിക്കുമ്പോഴാണ് സുനി അങ്ങോട്ട് വരുന്നത്. ഡേയ് നീ മര്യാദയ്ക്ക് പോയി, മുത്തശ്ശി ഇപ്പോൾ ഇവിടെ ഇല്ല. എന്നാൽ അതൊന്നും മൈൻഡാക്കാതെ ലൈറ്റ് അണച്ചിട്ട് നീ എന്താ കാണിക്കുന്നേ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവനൊരു മീനിനെ പോലെയുള്ള ഒരു സാധനം കൊണ്ടുവരുന്നു. അത് ലൈറ്റും കത്തുന്നുണ്ട്. അത് കണ്ട് ഇത് നല്ല രസമുണ്ടല്ലോ, ഈ മീനിൻ്റെ പേരെന്താ? അപ്പോൾ സുനിയോ ഇതിൻ്റെ പേരാണ് ക്ലാരിയോൺ ഏഞ്ചൽ. ഇത് മെക്സിക്കോയിൻ്റെ സമീപത്ത് മാത്രമേ കാണൂ, വേറെ എവിടെയും കാണില്ല. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ വീടിനകത്ത് ഒരു ഫിഷ് ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ മീനും. ഇത് വളരെ റെയറാണ്, അതുകൊണ്ട് തന്നെ വളരെ പൈസയാകും. സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇത് കാണാനായിട്ട് പോകുമായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ചെയ്തു. അച്ഛൻ നമ്മളെ വിട്ടുപോയി. അമ്മ ഏതു സമയം വർക്ക് എന്ന രീതിയിലിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് ഉടഞ്ഞുപോയി. എനിക്കൊരു സമാധാനം ആവുന്നത് ഈ മീനിനെ കാണുമ്പോൾ മാത്രമാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡ്രീം നിനക്കറിയാമോ? മെക്സിക്കോയിൽ പോയിട്ട് സ്ക്യൂബ ഡൈവിങ് ചെയ്ത് ഈ മീനിനെ കൂടെ പോകണം. അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് പഠിക്കുന്നത്, പൈസ ഉണ്ടാകുന്നത്. ഞാൻ ഉടൻ മെക്സിക്കോയിലേക്ക് പോകും. വേലക്കാരാ, നിന്റെ ഡ്രീം ഉറപ്പായിട്ടും നടക്കും. അപ്പോഴേക്കും ആ കത്തിച്ച ലൈറ്റ് കാണുന്നു. പെട്ടെന്ന് അയ്യോ ഓഫായല്ലോ, നിനക്ക് ഞാൻ ലൈറ്റ് ഓണാക്കാം എന്ന് പറഞ്ഞ് അത് ഓണാക്കുന്നു. ആ വെളിച്ചത്തിലെ ജോസിയുടെ മുഖം വളരെ ഭംഗിയായിട്ടാണ് സുനിയൊക്കെ തോന്നിയത്. അവൾക്കും അതുപോലെ തോന്നി. പെട്ടെന്ന് തലക്കെട്ടൊരു അടി. അമ്മേ! രാവിലെ തന്നെ പുറത്തു പോകാൻ
ഭംഗിയായിട്ട് ഒരുങ്ങിയിട്ട് മുത്തശ്ശിയോട് ഡയറക്റ്റായിട്ട് ചോദിക്കുന്നു. എന്നാൽ മുത്തശ്ശി പുറത്ത് മോശമാണ് എന്ന് പറയുമ്പോൾ അതത്ര മോശമല്ല മുത്തശ്ശി, നമ്മളെങ്ങനെയാണ് നടക്കുന്നത് വെച്ചാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ജോസിയും സുനിയും നടന്ന് പോകുന്നു. മുത്തശ്ശി ഒന്ന് സ്റ്റണ്ണായിട്ട് നിന്നിട്ട് അത് കേട്ട് വളരെയധികം സന്തോഷത്തോടെ ചിരിക്കുന്നു. ജോസിക്ക് ഇങ്ങനെ ആകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അവൾ മാറിയതിൽ ഏറ്റവും അധികം ഹാപ്പി ഞാനായിരിക്കും. അവർ സൂവിലേക്കാണ് വന്നത്. അവിടെ ഒരു കടുവയെ അവർ ഉറ്റുനോക്കുന്നു. അത് ഉച്ചത്തിൽ ഗർജിക്കുമ്പോൾ അവൾ പേടിച്ചുപോയി. അവർ പിന്നെ ഒരു മനോഹരമായ സ്ഥലത്ത് നടക്കുന്നു. ഹേ വേലക്കാരാ, നിനക്കൊന്നറിയാമോ, ലൈബ്രറിയിലെ കുട്ടികളോട് ഞാനൊരു കഥ പറഞ്ഞു. എന്നാൽ അത് അത്ര ശരിയായി പറഞ്ഞില്ല. പക്ഷെ ഞാൻ വരച്ചത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. അപ്പോൾ എനിക്ക് പടം വരയ്ക്കാനുള്ള കഴിവുണ്ടോ? എനിക്കൊരു പ്രൊഫഷണൽ ഇലസ്ട്രേറ്റർ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഉറപ്പായും ജോസി, വിശ്വസിക്കുക, നീ അത് ആകും. പിന്നെ നിനക്കറിയോ, ഈ സ്പ്രിങ് സീസൺ അല്ലെങ്കിൽ വസന്തകാലം ഈ സ്ഥലം വളരെ മനോഹരമായിരിക്കും. ഈ സ്പ്രിങ് സീസണിൽ ഞാനിവിടെ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ജോസി, വിഷമിക്കേണ്ട, അടുത്ത വർഷം ഞങ്ങൾ ഇവിടെ വരാം. എന്നാൽ അത് നടക്കില്ലെന്ന് സുനിയയ്ക്ക് അറിയാം. കാരണം അവൻ അടുത്ത മാർച്ചിൽ മെക്സിക്കോയിലോട്ട് പോകുകയാണല്ലോ. അത് ജോസിയോട് പറയാതെ മറയ്ക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ജോസിൻ്റെ മുത്തശ്ശിയും മരിക്കുന്നു. ഇപ്പോൾ ജോസി തനിച്ചാണ്. സുനിയ വന്ന് ജോസിനോട് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അപ്പോൾ അത് കുഴപ്പമില്ല മുത്തശ്ശി, എനിക്കായിട്ട് കുറച്ച് പണം സൂക്ഷിച്ചിട്ടുണ്ട്, എനിക്കത് കൈകാര്യം ചെയ്യാൻ കഴിയും. പക്ഷേ എൻ്റെ വേലക്കാരന് പൈസ കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അതിനാൽ നീ ഇനി മുതൽ ഇവിടെ ജോലിക്ക് വരണ്ട എന്ന് പറഞ്ഞ് അയക്കുന്നു. സുനിയയ്ക്ക് അത് മനസ്സിലായി. അവനും വേറെ വേറെ ജോലികൾ ചെയ്യാൻ തുടങ്ങി. എന്തൊക്കെ ജോലി ചെയ്തിട്ടും വർക്കുകളിൽ ശ്രദ്ധ കൊടുക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. അവനത് കഴിയുന്നില്ല. കാരണം അവൻ ഇപ്പോഴും ജോസിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവൾക്കിപ്പോൾ ആരും ഇല്ല, തനിച്ചാണ്. അവളിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ജോസിയെ ആലോചിച്ച് ഫീൽ ചെയ്യുന്നു. ജോസിയുടെ അയൽക്കാർ കുറച്ച് പേര് വിളിച്ച് അവരവളെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. നിനക്ക് പറ്റിയ ഒരു ജോലി, അവിടെ നിനക്ക് തന്നെ ഒരു സ്ഥലം തരാനാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ജോസി ഇല്ലെന്ന് തന്നെ പറയുന്നു. അവൾ ഒരു ആർട്ടിസ്റ്റ് ആകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ, എന്ത് ഒരു ആർട്ടിസ്റ്റോ? അത് നടക്കുന്ന കാര്യമല്ല. സ്വപ്നം കാണുന്നത് വേറെ, റിയാലിറ്റി വേറെ. നിനക്ക് കഴിയുന്നത് നീ ചെയ് എന്ന് പറഞ്ഞ് അവർ പോകുന്നു. ജോസിക്കും അത് സങ്കടമായി. വഴിയിലൂടെ നടക്കുമ്പോഴാണ് ആ മായ എന്ന പെൺകുട്ടി വരുന്നത്. അവൾക്ക് സുനിയോന് ഇഷ്ടമാണല്ലോ. ഇപ്പോൾ അവന് ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിന് കാരണം ഇവളാണ് എന്ന രീതിയിൽ ജോസിയുടെ അടുത്ത് എന്നിട്ട്, ഞാൻ കെഞ്ചി പറയാം, ഇനി സുനിയോനെ വെറുതെ വിട്. അവൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി അല്പം പണം ചേർത്ത് വയ്ക്കാൻ അവൻ പോരാടുകയാണ്. പക്ഷേ നീ കാരണം ഇപ്പോൾ അവൻ്റെ മനസ്സ് വളരെ ഡിസ്റ്റർബായി. അവൻ്റെ സ്വപ്നം നഷ്ടപ്പെടുമെന്നാണ് എൻ്റെ പേടി എന്നൊക്കെ പറയുന്നു. അടുത്ത മാർച്ചിൽ അവൻ മെക്സിക്കോയിലേക്ക് പോകും. ദയവായി നീ അവനെ ശല്യപ്പെടുത്തരുത്. അത് കേട്ട് ഞെട്ടിയിട്ട്, എന്ത്, സുനിയ മെക്സിക്കോയിലേക്ക് പോവുകയാണോ? നിന്നോടത് പറഞ്ഞില്ലേ? അവൻ എന്നോടൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാണ് അവൻ്റെ സ്വപ്നം നശിപ്പിക്കാൻ പോകുന്നത്? അവന് വേണ്ടി നീ എന്തിനാ എന്നോട് സംസാരിക്കുന്നത്? നീ അവൻ്റെ ആരാണ്? എന്നെക്കുറിച്ച് അവനെന്തിനാ അസ്വസ്ഥനാണ് എന്നൊക്കെ ചോദ്യത്തിന് മേൽ ചോദ്യങ്ങൾ. കാരണം എല്ലാം നിന്നോടുള്ള സഹതാപം മാത്രമാണ്. നിനക്ക് ഇതുപോലെ നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിന്നോട് പാപം തോന്നിയാണ് അവൻ ഇത്രയും നാളും നിന്നെ ഒരു സിമ്പതി മാത്രമാണ്. ഇപ്പോൾ നീ തനിച്ചാണ്. അതിനാൽ അവൻ സങ്കടപ്പെടുന്നു. അവൻ നിന്നെക്കുറിച്ച് മറ്റ് ചിന്തകളൊന്നുമില്ല. അത് കേട്ട് ജോസിക്കും വളരെയധികം സങ്കടമായി. അവൾ വീട്ടിലിരിക്കുമ്പോഴാണ് സുനി അങ്ങോട്ട് വന്നിട്ട്, ജോസി ഈ വീടെന്താ ഈ കോലത്തിൽ കിടക്കുന്നേ? വൃത്തിയാക്കലൊന്നുമില്ലേ? അവൾ മാസത്തിലൊരിക്കലാണ് ഒരാൾ വന്ന് വൃത്തിയാക്കുക. എന്നാൽ ഇപ്രാവശ്യം വന്നില്ല. ശരി, നീ എന്തിനാണ് ഇവിടെ വന്നത്? പോയി നിന്റെ പണി ചെയ് എന്ന് പറഞ്ഞിട്ട് അവൾ പോയി ഒരു ടേപ്പ് റെക്കോർഡ് പ്ലേ ചെയ്യുന്നു. പക്ഷെ അത് പ്ലേ ആയില്ല. ജോസി, അത് എനിക്ക് താ, ഞാൻ ശരിയാക്കാം എന്ന് പറഞ്ഞ് അവനത് ശരിയാക്കാൻ നോക്കുന്നു. ജോസി തിരിഞ്ഞടന്നിട്ട്, സുനിയോ, നീ ഇപ്പോഴും എൻ്റെ വേലക്കാരനാണ്. എന്നാൽ ഞാൻ അവസാനമായിട്ട് പറയുന്ന ഒരു കാര്യം ചെയ്തു തരാമോ എന്ന് ചോദിക്കുകയും അവളെ ബീച്ചിലേക്ക് കൊണ്ടുപോകാനാണ് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവളെ ബീച്ചിലേക്കും ശരി വേലക്കാരാ, നീ നിന്റെ ജോലി ചെയ്യാൻ പറഞ്ഞ് അവൾ പോകുന്നു. ജോസി, എനിക്ക് പണം വേണ്ട, പക്ഷെ ഞാൻ നിന്റെ ജോലിക്കാരനായിട്ട് ഇരുന്നോളാം. എനിക്കതിൻ്റെ ആവശ്യമില്ല. എനിക്കൊരു ജോലി കിട്ടി, എൻ്റെ ജോലി ചെയ്യും. ജോലിയോ? എന്നാൽ നിനക്ക് ആർട്ടിസ്റ്റ് ആകണമെന്നല്ലേ ആഗ്രഹം? അതൊരു സ്വപ്നം മാത്രമാണ്. യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയൊന്നും നടക്കില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ സുനിയോ, ഇല്ല, നിനക്കത് ചെയ്യാൻ കഴിയും. ഞാൻ നിന്നെ സഹായിക്കും. എങ്ങനെ? മാർച്ച് വരെയോ? അത് കഴിഞ്ഞ് നീ മെക്സിക്കോയിലോട്ട് പോകില്ലേ? നീ നിന്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞ് ജോസി അവിടെ നിന്ന് പോകുന്നു. അവനാണെങ്കിൽ ഒന്നും പറയാനും പറ്റിയില്ല. അപ്പോൾ ഒരു മഴ പെയ്യുന്നു. റോഡ് മുറിച്ച് കടക്കാൻ നോക്കുമ്പോഴാണ് പകുതിയിൽ വെച്ച് വീൽ ചെയർ കുരുങ്ങിയത്. അതുവഴിയാണെങ്കിൽ വണ്ടികൾ ചീറിപ്പാനാണ് പോകുന്നത്. ഒരു കാർ ഇടിക്കാൻ വന്നതും സുനിയോ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ സുനിയോനെ ആ കാർ ഇടിച്ചിട്ട് അവൻ തെറിച്ച് വീണ് മയങ്ങി. റോഡിൽ വീണ് അവന് നല്ല പരിക്കും പറ്റിയിട്ടുണ്ട്. ജോസി അടുത്തേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. വീൽ ചെയർ കുരുങ്ങി കിടക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് നിലത്ത് വീണു. അവൾ അലറി വിളിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ.
വേലക്കാരാ എഴുന്നേൽക്ക് എഴുന്നേൽക്ക്. അവസാനം സുനിയോ എന്ന് ഉറക്കെ വിളിക്കാനും തുടങ്ങി. അപ്പോൾ ആ വഴി പോയ ആള് ആംബുലൻസിനെ വിളിച്ചു വരുത്തി അവനെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റും ചെയ്യുന്നു. വെളിയിലാണെങ്കിൽ സങ്കടത്തോടെ സുനിയയ്ക്ക് ഒന്നും പറ്റില്ലേ എന്ന് ജോസിയും ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നു. സുനിയ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നിന്നും ഓപ്പറേഷൻ ചെയ്ത് ഒരു വഴി കണ്ണു തുറന്നു. ആദ്യം തന്നെ പറയുന്നത് ജോസി എവിടെയെന്നാണ്. അവൻ ചോദിക്കുമ്പോൾ ആരാണ് ആ നടക്കാൻ പറ്റാത്ത കുട്ടിയാണോ? അവള് പുറത്ത് കാത്തിരിക്കുകയാണ്. അവളോട് നയിക്കുകയായിരുന്നു. സുനിയോനെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ പറയാണ്, ഇനി നിനക്ക് എഴുന്നേറ്റ് നടക്കുന്നത് ഡൗട്ടാണ്. ഇനി മുതൽ നീ വീൽ ചെയറിൽ യാത്ര ചെയ്യാമെന്ന് ഡോക്ടർ പറയുന്നു. അത് കേട്ട് സുനിയോ ഞെട്ടിപ്പോയി. അവൻ്റെ സ്വപ്നം എന്താണ്? ക്ലാരിയോൺ ഏഞ്ചൽ എന്ന മീനിനോടൊപ്പം അവന് സ്കൂബ ഡൈവിങ്ങിലൂടെ കാണണം. കാല് നഷ്ടപ്പെട്ടാൽ അത് ചെയ്യാൻ കഴിയില്ലല്ലോ. ഇത് പറ്റിയത് കൊണ്ട് തന്നെ അവന് മെക്സിക്കോയിലേക്ക് പോകുന്നതും വെറുതെയായി. അതുകൊണ്ട് തന്നെ ഒന്നും വേണ്ട എന്ന് കരുതി അവൻ്റെ സ്വപ്നങ്ങൾ നടക്കില്ല എന്ന സങ്കടപ്പെടുന്നു. സുനിയനെ കാണാൻ അപ്പോഴേക്കും ജോസി അങ്ങോട്ട് വരുന്നു. സുനിയോ, ഐ ആം സോറി, ഞാൻ കാരണമാണ്. അല്ല ജോസി, നീ കാരണമല്ല, അത് അറിയാതെ പറ്റിയതാണല്ലോ. അത് വിട്, ഞാനിപ്പോൾ നിന്നെ പോലെയാണ്. എനിക്ക് ഇപ്പോൾ സ്വപ്നങ്ങളൊന്നുമില്ല. ഇനി ഇങ്ങോട്ടൊരു സാധാരണ ജീവിതം ജീവിക്കാൻ പോകുന്നു. ശരി ജോസി, നീ പൊയ്ക്കോ, എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞ് അവൻ അവിടെ കിടന്ന് ഉറങ്ങുന്നു. ജോസിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവൾ വീട്ടിൽ വന്ന് അവൾ വളരെ ടെൻഷനിലാണ്. സുനിയോൻ്റെ സാറ്, നീ വിഷമിക്കേണ്ട, ഈ സാഹചര്യത്തിൽ മെക്സിക്കോയിലേക്ക് പോകാൻ കഴിയില്ല. എന്നാൽ ഇതെല്ലാം ശരിയാക്കിയ ശേഷം നിനക്ക് മെക്സിക്കോയിലേക്ക് പോയി പഠിക്കാം. എന്നാൽ സുനിയോ പഠിക്കാനല്ല, ആ മീനിനെ കാണുന്നതാണ് അവൻ്റെ സ്വപ്നമെന്ന് അവർക്കറിയില്ലല്ലോ. അവിടെ പോയി മീനിനെ കാണാൻ പറ്റാത്ത കാരണം അവൻ വളരെ നിരാശയായതുകൊണ്ട് തന്നെ രാത്രി ഉറക്കം വരുന്നില്ല. അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ ജോസിയും സുനിയോനെ പോലെ ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം അവളാണ് എന്ന ഗിൽട്ട് ഫീല്. അതിനുശേഷം മായ എന്ന പെൺകുട്ടി വന്ന് സുനിയനെ കൂട്ടി വെളിയിലോട്ട് പോകാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകുന്നു. സുനിയോ, എനിക്കറിയാം നിന്റെ സ്വപ്നം മെക്സിക്കോയിലേക്ക് പോകുക എന്നാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ പോകാൻ കഴിയില്ല, നടക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ നീ വിഷമിക്കേണ്ട, നിന്നെ നോക്കാൻ ഞാനിവിടെയുണ്ട്. ഞാൻ ഇപ്പോഴും നിന്നെക്കൊപ്പം ഉണ്ടാകും. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. മെക്സിക്കോ സ്വപ്നങ്ങൾ മറക്ക് എന്ന് പറയുമ്പോൾ അത് കേട്ട് അവൻ ടെൻഷനായി. അത് അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണല്ലോ. എന്നാൽ സുനിയോ അതിന് വലിയ മറുപടിയൊന്നും പറഞ്ഞില്ല. അവളോട് തനിക്കൊരു ഫീലിംഗും ഇല്ലെന്ന് പറയുമ്പോൾ അവൾ അതിൽ കരയുന്നു. എന്നിട്ട് അവർ തിരികെ പോകുന്നു. അതിനുശേഷം ജോസിയുടെ വീട്ടിലേക്കാണ് മായ പോയത്. നീ അകത്തുണ്ടെന്ന് എനിക്കറിയാം, പുറത്തു വാ. സുനിയോ എനിക്കുള്ളതാണ്, ഞാൻ അവനെ ഇനി മുതൽ നോക്കിക്കൊള്ളാം. അവൻ മെക്സിക്കോയിലേക്ക് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അവൻ്റെ കാലിന് പരിക്ക് പറ്റിയതിനാൽ ഇപ്പോൾ ഉറപ്പായിട്ട് പോകാൻ പറ്റില്ല. അവനെ വീട്ടിൽ വെച്ച് ഞാൻ നന്നായി നോക്കിക്കോളും എന്നൊക്കെ കുറെ പറയുമ്പോൾ ഇത് കേട്ട ജോസി ദേഷ്യത്തില് മായയോട്, നിനക്ക് എൻ്റെ വേലക്കാരനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് തോന്നുന്നു. അവൻ്റെ സ്വപ്നം നിറവേറ്റാൻ അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് പോരാടും. അവൻ ഒരിക്കലും പിന്മാറുകയില്ല. അവൻ തീർച്ചയായും എഴുന്നേറ്റ് നടക്കും. അവൻ്റെ സ്വപ്നം അവൻ നിറവേറ്റുക തന്നെ ചെയ്യും. അതിന് ഞാൻ ഹെൽപ്പ് ചെയ്യും. ജോസി അത് പറഞ്ഞത് കേട്ടിട്ട് മായി, അങ്ങനെയെങ്കിൽ നീ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോയിട്ട് മാറി നിന്ന് സങ്കടം. അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ. അപ്പോൾ ആ വഴി വന്ന അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, നമുക്കൊരുമിച്ച് ഒരു ഡേറ്റിങ്ങിന് പോയാലോ എന്ന് പറഞ്ഞ് നൈസായിട്ട് വളയ്ക്കാൻ നോക്കും. ജോസി ഒന്ന് തീരുമാനിച്ചിട്ട് അവളുടെ ജോലി അങ്ങ് തുടങ്ങുന്നു. വിശ്വാസം നഷ്ടപ്പെട്ട സുനിയയ്ക്ക് ആത്മവിശ്വാസം തിരികെ നൽകണം, അതാണ് പ്ലാൻ. അതിനായിട്ട് ജോസി അവൾക്കൊരു ലൈബ്രറി ഫ്രണ്ട് ഉണ്ടല്ലോ, അവളും ഫ്രണ്ടും കൂടി എന്തോ ഒന്ന് വരയ്ക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് കടന്നുപോയി. അവൾ എന്തോ വരച്ച് അവസാനം ഒരു പുസ്തകം പോലെ തയ്യാറാക്കി. എന്നിട്ട് സുനിയോന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്ത് പോയിട്ട് സുനിയോനെ കൊണ്ടുവരണം, അതും ലൈബ്രറിയിലേക്ക്. അവൻ എഴുന്നേറ്റ് നടക്കണമെന്ന് നിനക്ക് കാണണമെങ്കിൽ, നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ അവനെ കൊണ്ടുപോവാ. അവനും അത് സമ്മതിക്കുന്നു. അവൻ നേരെ ചെന്ന് അവൻ്റെ അടുത്ത് ലൈബ്രറി പോകണമെന്ന് പറയുമ്പോൾ അവൻ വരാൻ കൂട്ടാകുന്നില്ല. നിർബന്ധിക്കുമ്പോൾ നീ ഒന്ന് ഇറങ്ങിപ്പോയേ. അവിടുന്ന് കട്ടായിട്ട് അവരകത്തോട്ട് കയറുമ്പോൾ ജോസിയുടെ കയ്യിൽ ഒരു ബുക്കുണ്ടല്ലോ, അവിടെയുള്ള കൊച്ചുകുട്ടികൾക്ക് കഥ പറയാൻ പോകുന്നതാണ് കാണുന്നത്. അവൾക്ക് ആദ്യം സ്റ്റോറി പറയാൻ കഴിയുന്നില്ല, ടെൻഷൻ. എന്നാൽ മനസ്സിൽ സുനിയയ്ക്ക് വേണ്ടി ഇത് ചെയ്തേ മതിയാകൂ. അവൾ ഒരു ദീർഘശ്വാസം വിട്ട് കഥ പറഞ്ഞു തുടങ്ങുന്നു. ആ സ്റ്റോറി എന്തെന്നാൽ, കടലിനടിയിൽ താമസിക്കുന്ന ഒരു സുന്ദരിയായ മത്സ്യകന്യക. ഒരു ദിവസം അവളുടെ ബർത്ത്ഡേ വരുന്നു. അവരെല്ലാവരും സന്തോഷത്തോടെ ആഘോഷിക്കുന്നു. പലരും അവൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. അങ്ങനെ ഒരു ഗിഫ്റ്റിലാണ് ഒരു മാജിക്കൽ ഷെല്ല് കിട്ടിയത്. അത് മത്സ്യകന്യകയോട് സംസാരിക്കുകയും ചെയ്യുന്നു. ഹേയ് മത്സ്യകന്യക, നീ ആഗ്രഹിക്കുന്ന സമയം നിന്നെ മനുഷ്യനാക്കാനും തിരിച്ച് പഴയ രൂപത്തിലേക്ക് ആക്കാനുമുള്ള ശക്തി എനിക്കുണ്ട്. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഒരു ലിമിറ്റിനപ്പുറം നീ ചോദിച്ചാൽ നീ ഈ കടലിലേക്ക് വീഴുന്ന പ്രകാശകിരണം പോലെ അപ്രത്യക്ഷമാകും. ഇത് മനസ്സിലാക്കിയ മത്സ്യകന്യക ഒന്ന് ആലോചിച്ചിട്ട്, എന്നാ പിന്നെ എന്നെ മനുഷ്യനാക്കി രൂപം മാറ്റാൻ ആ മാജിക്കൽ ഷെല്ലിനോട് പറയുമ്പോൾ തന്നെ മീനിന്റെ വാൽ പോലെ ഉണ്ടായിരുന്നത് കാലുകൾ വരികയും അവൾക്ക് നടക്കാൻ കഴിയുകയും ചെയ്യുന്നു. അവൾ കാണാത്ത ലോകം കണ്ട് ഒരുപാട് സന്തോഷിക്കുന്നു. എന്നാൽ ആ ലോകത്ത് അപകടമുണ്ടെന്ന് അവൾക്കറിയില്ല.
അപ്പോൾ ഒരു പുലി വന്ന് അവളെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. അത്രയേ ഉള്ളൂ, നമ്മുടെ ജീവിതം ഇവിടെ തീർന്നു എന്ന് വിചാരിക്കുമ്പോഴാണ് ഒരു ചെറുക്കൻ വന്ന് അവളെ രക്ഷിക്കുന്നത്. അവന് മനോഹരമായ ചിറകുകൾ ഉണ്ടായിരുന്നു. അവരങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സുഹൃത്തുക്കളായിട്ട് മാറുകയും ചെയ്തു. ആ പയ്യന് ഒരു ഡ്രീമുണ്ട്. കടലുകൾ കടന്നു പോയാൽ വേറെ ഒരു ജ്വലിക്കുന്ന കടലുണ്ട്. ആ കടലിനടിയിൽ ഓറഞ്ച് നിറത്തിലുള്ള മനോഹരമായ മത്സ്യങ്ങളെ നേരിട്ട് കാണണമെന്നാണ് അവന്റെ ഡ്രീം. എന്നാൽ അത് കുറച്ച് ദിവസമാകും. അതുവരെ ആ പയ്യനും മത്സ്യകന്യയും കൂടി സന്തോഷത്തോടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പോയി. ആ മത്സ്യകന്യയ്ക്കാണെങ്കിൽ അവന്റെ കൂടെ ഉള്ളപ്പോൾ ഒരുപാട് ഹാപ്പിനെസ് ആയിട്ടാണ് ഉള്ളത്. ഒരു സങ്കടവും തോന്നിയിട്ടില്ല. അവസാനം അവന്റെ ഡ്രീം അച്ചീവ് ചെയ്യാനുള്ള സമയം വന്നു. അവർ പിരിയാനായിട്ട് പോകുന്നു. എന്നാൽ അത് മത്സ്യകന്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. വളരെ സങ്കടത്തോടെ തിരിച്ചു കാട്ടിലേക്ക് പോകുമ്പോഴാണ് ആ കടുവ പിന്നും വരുന്നത്. അവളെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയും കടുവയിൽ നിന്ന് ആ പയ്യൻ പിന്നും രക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത്തവണ ആ പയ്യന് നന്നായിട്ട് പരിക്കേറ്റു. അവൻ മരിക്കുകയും ചെയ്തു. മത്സ്യകന്യയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവസാനം ആ മാജിക് ഷെല്ലിനോട് അവന്റെ ജീവൻ തിരികെ വരാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ അവൻ ജീവനോടെ എഴുന്നേൽക്കുകയും ചെയ്യുന്നു. എന്നാൽ അവന്റെ മനോഹരമായ ചിറകുകൾ ഇപ്പോൾ ഇല്ല. അതില്ലാതെ കടല് കടക്കാൻ കഴിയില്ല. അവന്റെ സ്വപ്നം നടക്കില്ല. അതിനാൽ അവൻ വളരെ സങ്കടപ്പെടുകയും ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ആ മത്സ്യകന്യ പറയുന്നത്, ചിറകുകളില്ലെങ്കിൽ എന്താ, നിന്റെ മനസ്സുണ്ടല്ലോ, നിന്നിൽ വിശ്വസിക്കുക. എന്ത് നേടാനുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് ആ മത്സ്യത്തെ കാണാൻ കഴിയും. ചിറകുകളെ വിശ്വസിക്കാതെ നിന്റെ ഹൃദയത്തെ വിശ്വസിക്കുക. അതാണ് നിന്റെ ആഗ്രഹം സഫലമാക്കുക. അവനും ആത്മവിശ്വാസത്തോടെ തിരികെ കടല് കടക്കാൻ വേണ്ടി ഒരു ബോട്ടുണ്ടാക്കി പോകുന്നു. കോരിച്ചൊരിയുന്ന മഴ, കാറ്റ് എല്ലാം വന്നിട്ടും അതെല്ലാം അതിജീവിച്ച് അവസാനം ആ ജ്വലിക്കുന്ന കടലിലും വന്നു. അവിടെ നീന്തി പോയിട്ട് അവൻ്റെ ഡ്രീമായിരുന്ന ആ മീനുകളോടൊപ്പം നീന്തുകയും ചെയ്യുന്നു. അവൻ അതിൽ വളരെ സന്തോഷമായിരുന്നു. അതിനുശേഷം പിന്നെ ആ മത്സ്യകന്യയ്ക്ക് മാജിക ഷെല്ലിനോട് ഞാൻ മറ്റൊരു വാക്ക് ചോദിച്ചു. ഞാൻ ഇനി മറയാൻ പോകുവാണല്ലേ, എങ്കിലും അവൻ സന്തോഷമായിരിക്കുകയാണല്ലോ, അത് മതി എനിക്ക്. ആ മത്സ്യകന്യകയുടെ കാല് മറിഞ്ഞ് മനുഷ്യനായിരുന്ന അവള് പഴയ രൂപമായ മത്സ്യകന്യകയായിട്ട് മാറുന്നു. അവൾക്കൊന്നും മനസ്സിലായില്ല. ഞാൻ വേറെ ഒരു വരാത്തല്ലേ ചോദിച്ചേ, അപ്പോൾ ഞാൻ മറയുമെന്നാണല്ലോ പറഞ്ഞേ, പക്ഷെ എനിക്കൊന്നും സംഭവിച്ചില്ല. അപ്പോഴാണ് കാരണം അത് നീ നിനക്കായിട്ട് ആവശ്യപ്പെട്ടില്ല, ആ പയ്യന് വേണ്ടി ചോദിച്ചു. അവന്റെ സന്തോഷത്തിന് വേണ്ടി. നീ നശിച്ചാലും കുഴപ്പമില്ല എന്ന് നിനക്ക് തോന്നി. അങ്ങനെയുള്ള നിന്നെ ഞാൻ എങ്ങനെ ശിക്ഷിക്കും? നിനക്ക് സന്തോഷമായിട്ട് ഇനി ജീവിക്കാം എന്ന് മാജിക് ഷെല്ല് പറയുന്നു. മത്സ്യകന്യയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷം. ആ കുറച്ചു നാൾ ആ പയ്യനുമായിട്ട് ജീവിച്ച ഓർമ്മകളോടെ അവളുടെ ജീവിതം മത്സ്യകന്യയായിട്ട് പിന്നീട് ജീവിക്കുന്നു. അങ്ങനെ ആ കഥ പറഞ്ഞു തീർന്ന ഉടനെ കണ്ണിൽ നിന്ന് കണ്ണീരോടെ സുനിയോ കൈയടിക്കുന്നു. അതുപോലെ ബാക്കിയുള്ളവരെല്ലാവരും. ബാക്കിയുള്ളവർക്ക് ഒരു മത്സ്യകന്യകയും ആ പയ്യനും തമ്മിലുള്ള ലവ് സ്റ്റോറി ആണെങ്കിൽ സുനിയോയ്ക്കും ജോസിക്കും മാത്രമാണ് അറിയാവുന്നത് അത് അവരുടെ കഥയാണ് എന്ന്. ആ മത്സ്യകന്യക എങ്ങനെയാണ് ആ പയ്യന് ആത്മവിശ്വാസം കൊടുത്തേ, അതുപോലെ ജോസി സുനിയോയ്ക്കും കൊടുത്തു. സുനിയോയും അതുപോലെ എന്നെ കൊണ്ട് നടക്കാൻ കഴിയും എന്നുറപ്പിച്ച് അവനും അതുപോലെ ട്രെയിനിങ് ചെയ്യാൻ തുടങ്ങുന്നു. ദിവസങ്ങളോളമുള്ള ട്രെയിനിങ്. കൂടെ ജോസിയും അതുപോലെ ബെസ്റ്റ് ഫ്രണ്ടും മായയും വന്നു നോക്കും. അവർ തമ്മിലുള്ള ഉടക്ക് ഇതുവരെയും തീർന്നില്ല എന്ന് കാണാം. അവസാനം അവൻ മെച്ചപ്പെടുകയും അവൻ നടക്കാൻ കഴിയുകയും ചെയ്യുന്നു. അത് കണ്ട് എല്ലാവർക്കും ഹാപ്പി. പിന്നും ഈഗോ. അപ്പോൾ ഇനി സുനിയയ്ക്ക് ആ മാർച്ചിൽ മെക്സിക്കോയിലേക്ക് പോകാൻ കഴിയും. അവൻ്റെ ഡ്രീമായ ആ മീനിനെ കാണുന്നത് അച്ചീവ് ചെയ്യാൻ കഴിയും. അവൻ റൂമിലോട്ടിരിക്കുമ്പോഴാണ് ജോസി വന്നിട്ട് സുനിയ ഇപ്പോൾ നോർമലായിട്ട് ഇരിക്കുന്നത് കണ്ട് അവൾക്ക് വളരെയധികം സന്തോഷം. എനിക്ക് നാളെ ഫ്ലൈറ്റ് ഉണ്ടെന്നും മെക്സിക്കോയിലേക്ക് പോവുകയാണെന്നും നിനക്ക് എന്നെ എയർപോർട്ട് വരെ കൊണ്ടാക്കാൻ കഴിയുമോ? അവൻ മെക്സിക്കോയ്ക്ക് പോകുന്നത് അവൾക്ക് ഇഷ്ടമല്ല, പക്ഷേ അതവൻ്റെ ഡ്രീമാണ്. അതുകൊണ്ട് ഒന്നും പറയാതെ വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. അടുത്ത ദിവസമായി ജോസി ഇതുവരെ വന്നില്ല. അവൻ ജോസിയെ ഒരുപാട് നേരമായിട്ട് കാത്തിരിക്കുന്നു. അവളെ ഒരു പ്രാവശ്യം കണ്ടിട്ട് മെക്സിക്കോയിലേക്ക് പോകാൻ വേണ്ടിയാണ് നോക്കുന്നത്. എന്നാൽ ജോസി വന്നതേയില്ല. സുനിയയ്ക്കാണെങ്കിൽ ജോസി വന്ന് മനസ്സോടെ നീ പോയിട്ട് വാ എന്ന് പറയണമെന്നാണ് ആഗ്രഹം. അവൻ അവസാനം ആ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുന്നു. അവൻ അവളുടെ വീട്ടിൽ പോയി നോക്കി, പക്ഷേ അവൾ അവിടെ ഇല്ല. അവൾ എവിടെ പോയെന്ന് അവനും അറിയില്ല. സുനിയ ആദ്യം ലൈബ്രറിയിൽ പോയി അവളുടെ ഫ്രണ്ടിനോട് ചോദിക്കുമ്പോൾ അവൾ ഇതുവരെ വന്നില്ല. അത് കേട്ട് ടെൻഷനായിട്ട് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിക്കുന്നു. ജോസിയെ കാണാനില്ല. അത് കേട്ട് അവനും ഞെട്ടി അവരും നോക്കുന്നു. അതുപോലെ മായയും ആ ലൈബ്രറി ഫ്രണ്ടും നോക്കുന്നു. അവരെല്ലായിടത്തും തിരഞ്ഞിട്ടും എവിടെയും കാണാനില്ല. അവൾ സൂയില് കടുവയെ കാണാൻ പോയതാണ് എന്ന് വിചാരിച്ചു പോകുന്നത്. അതുപോലെ ജോസി അവിടേക്ക് തന്നെയായിരുന്നു പോയത്. അവൻ അവിടെ എത്തിയപ്പോഴേക്കും അവിടെ അവളില്ല. എന്നാൽ ദൂരെ വീൽ ചെയറിൻ്റെ പാട് കണ്ട് അതിനെ പിന്തുടർന്ന് പോകുന്നു. അവസാനം ഒരു മെയിൻ റോഡിലെത്തി. അവിടെ നിന്ന് എവിടേക്കാണ് പോയതെന്ന് അവന് കണ്ടെത്താനായില്ല. അവനാണെങ്കിൽ ഭയം. കാരണം അവൻ മെക്സിക്കോയിലേക്ക് പോയിട്ട് തിരിച്ചെത്താൻ വർഷങ്ങളെടുക്കും. അതുവരെ വെയിറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ച് അവൾ സൂയിസൈഡ് വല്ലതും ചെയ്യുമോ എന്നൊരു ഭയം
അവനുള്ളിൽ വന്നു. അവൻ വിചാരിച്ചതുപോലെ ജോസിയും അതേ ചിന്തയിലായിരുന്നു. അവൾ റോഡിലൂടെ ഇറങ്ങി വരുമ്പോഴാണ് പെട്ടെന്ന് ഒരു പട്ടി കുറുകെ ചാടി അവളുടെ ആ വീൽ ചെയറിന്റെ ബാലൻസ് തെറ്റിയത്. ആ റോഡ് താഴേക്ക് കിടക്കുന്നത് കൊണ്ട് തന്നെ ജോസിയും വീൽ ചെയറും കൂടി വേഗത്തിൽ താഴേക്ക് പോകുന്നു. അവൾ വേഗത്തിൽ പോകുമ്പോൾ ഒരിടത്ത് സ്റ്റക്കായിട്ട് അവൾ പറന്ന് നിലത്ത് വീഴാൻ പോകുമ്പോഴാണ് ഒരു കൈ അവളെ ചേർത്ത് പിടിക്കുന്നത്. അത് സുനിയുമായിരുന്നു. അവർ രണ്ടുപേരും താഴെ വീണു. ഇതുപോലെയാണ് അവർ ഫസ്റ്റ് മീറ്റ് ചെയ്തത്. സുനിയോ, നീ ഇതുവരെ മെക്സിക്കോയിലേക്ക് പോയില്ലേ? നിന്റെ മേലിലാണ് ഞാൻ വന്ന് വീണത്. നിനക്ക് കയ്യോ കാലോ വല്ല ഒടിഞ്ഞോ? ഒരു പ്രശ്നമുണ്ടോ ഇന്ന് വെപ്രാളപ്പെടുമ്പോൾ? അങ്ങനെയൊന്നുമില്ല ജോസി, അങ്ങനെയൊന്നുമില്ല. നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? എനിക്കൊന്നും പറ്റിയില്ല. നീ പറഞ്ഞത് സത്യമാണ്. ഞാനൊരു നോർമൽ ജോലിക്ക് പോവാതെ എൻ്റെ സ്വപ്നം എന്താണ്? ഒരു ആർട്ടിസ്റ്റ് ആകണം. ഞാനത് തീർച്ചയായിട്ടും ആകും. ഇതാണ് എൻ്റെ തീരുമാനം. അത് കേട്ട സുനിയയ്ക്ക് വളരെ ഹാപ്പിയായി. എനിക്ക് സന്തോഷമുണ്ട് ജോസി. നീ ഇതുപോലെ ആയിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ ജോസി, ഞാനും ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. എൻ്റെ ജീവിതകാലം മുഴുവൻ നിൻ്റെ സ്വന്തം വേലക്കാരനായിട്ട് മാത്രം ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് മെക്സിക്കോയിലേക്ക് പോകാൻ ഇഷ്ടമല്ല. നീ എന്താ പറയുന്നത് സുനിയൻ? അത് നിൻ്റെ ഡ്രീമല്ലേ? ജോസി, ഞാൻ എന്തിനാണ് മെക്സിക്കോയിലേക്ക് പോകുന്നത്? ആ മീനിനെ കാണാൻ. നമുക്ക് രണ്ടുപേർക്കും ടൂർ പാക്കേജ് എടുത്ത് മെക്സിക്കോയിലേക്ക് പോയിട്ട് മത്സ്യത്തെ കാണാം. എൻ്റെ സ്വപ്നവും സഫലമാകും. അത് യാഥാർത്ഥ്യമാകുമ്പോൾ നീ എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. കാരണം ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നു. ഐ ലവ് യു ജോസി എന്ന് അവൻ അവൻ്റെ പ്രണയം ജോസിയോട് പറയുന്നു. ജോസി അത് കേട്ട് അത് കേൾക്കാൻ കൊതിച്ചതുപോലെ അവൾ കരഞ്ഞു. കാരണം അവൾക്കും അവനോട് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവരങ്ങനെ പരസ്പരം കെട്ടുപിടിച്ച് കുറച്ചു നേരം നിൽക്കുന്നു. അവരിപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ്. ഞാനും സുനിയോ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. അവർ ഹാപ്പി ആയിട്ട് ചിരിക്കുന്നു. അവിടെ വെച്ച് ജോസി ദ ടൈഗർ ആൻഡ് ദി ഫിഷ് എന്ന സിനിമ അവസാനിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വേണ്ട പ്രധാനപ്പെട്ട കാര്യത്തിലൊന്നാണ് ട്രൂ ലവ്. അത് പണം കൊടുത്ത് വാങ്ങാൻ പറ്റാത്തതിൽ ഒന്നാണ്. യഥാർത്ഥ ലവ് അത് കിട്ടാനും വേണം ഒരു വിധി. ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടില്ല. അത് കിട്ടിയവര് നഷ്ടപ്പെടുത്താതെ കൊണ്ടുപോകണം. ഇനി കിട്ടാത്തവർക്ക് പേടിക്കണ്ട. എത്രത്തോളം താമസിക്കുന്നു അത്രത്തോളം സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. ഇനി കിട്ടിയില്ലേ വല്ല മാറ്റർ മോണേ നോക്ക്. എൻ്റെ അടുത്ത് വന്ന് പരാതി ഒന്നും പറയല്ലേ.